നമസ്കാരം കുട്ടികളെ, റീഗൽ ആക്മി കോളേജിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ മലയാളം NIOSന്റെ ചാപ്റ്റർ 13 ഗാന്ധാരി വിലാപം എന്ന പാഠമാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എന്താണ് അതിൻ്റെ കൃതിയും കഥാകാരന്മാരും എന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഈ ഗാന്ധാരി വിലാപം എന്ന് പറയുമ്പോൾ തന്നെ ആ പാഠത്തിൽ ഗാന്ധാരിയുടെ കരച്ചിൽ അത് തന്നെയാണ് ആ പാഠത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്നൊരു ചെറിയൊരു ആമുഖം തന്നതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഇതാരാണ് എഴുതി ഈ കൃതിയുടെ കർത്താവ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്. ആദ്യമായി നമ്മൾ ഒരു പാഠം പഠിക്കുമ്പോൾ അതിലെ കഥാകാരൻ അല്ലാതെ കൃതി കർത്താവിന് നമുക്ക് പരിചയപ്പെടണം. ഇതിൽ എഴുതിയിട്ടുണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മഹാനായ, അതായത് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നു അദ്ദേഹം. എന്താണ്? മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് ഗാന്ധാരി വിലാപം. അപ്പോൾ നമുക്ക് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ കുറിച്ച് പരിചയപ്പെടാം. എന്താണ് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്ന് നോക്കാം. മലയാള ഭാഷയുടെ പിതാവ്. നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 16-ാം നൂറ്റാണ്ട് കാലയളവിലാണ് അദ്ദേഹത്തിന്റെ ജനനം. കൃത്യമായി ഏത് ഡേറ്റ് ആണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കൃതികൾ, അതായത് വേദവ്യാസൻ നമ്മുടെ സംസ്കൃതത്തിലോട്ട് കുറച്ച് കൃതികൾ, മഹാഭാരതം പോലുള്ള സംസ്കൃത കൃതികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1,20,000 ശ്ലോകങ്ങൾ വരെയുള്ള വലിയ ഒരു എപ്പിക്കാണെന്ന് തോന്നുന്നു മഹാഭാരതം. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. വേദവ്യാസന്റെ അതിൽ നിന്നും നമുക്ക് മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതിനെ മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പാഠം, അതായത് മഹാഭാരതം കിളിപ്പാട്ട് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ പരിചയപ്പെടാം. അതെന്താണ്? അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, അതേപോലെ മഹാഭാരതം കിളിപ്പാട്ട്, ദേവി മഹാത്മ്യം, ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, ചിന്താരത്നം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മഹാഭാരതം കിളിപ്പാട്ടം, ദേവി മഹാത്മ്യം, പിന്നെ ചിന്താരത്നം, ഹരിനാമ കീർത്തനം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതിൽ നമുക്ക് മഹാഭാരതം കിളിപ്പാട്ട് എന്ന് പറയുന്ന ആ ഒരു കൃതിയിൽ നിന്ന്, അതായത് ആ ഒരു കൃതിയിലെ സ്ത്രീപർവം എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് ഉള്ളതാണ് ഗാന്ധാരി വിലാപം. അപ്പൊ നമ്മുടെ കഥയിലോട്ട്, അതായത് നമ്മളെ പാഠഭാഗത്തിലോട്ട് പോവുകയാണ്. ഏതിലെന്നാണ്? അദ്ദേഹത്തിന്റെ മഹാഭാരതം കിളിപ്പാട്ട് എന്ന് പറയുന്ന കൃതിയിലെ സ്ത്രീപർവം എന്ന് പറയുന്ന ശ്ലോകത്തിലെ ഒരു ചെറിയ ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമുക്കിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ എന്താണ് ഗാന്ധാരി വിലാപം? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലത്ത് ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നെന്ന് അറിയപ്പെടുന്നത് എന്തായിരുന്നു? കുരുക്ഷേത്ര യുദ്ധം, അല്ലെ? അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിലുണ്ടായിരുന്ന യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം. അന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ, അതായത് രാജാക്കന്മാരും ഭടന്മാരും ഉൾപ്പെടെ വലിയ ഒരു യുദ്ധം തന്നെയായിരുന്നു കുരുക്ഷേത്ര യുദ്ധം. ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, അംഗവൈകല്യം സംഭവിച്ചു, അങ്ങനെ ഒട്ടേറെ ദുരന്തങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ അകപ്പെട്ടു പോയ എല്ലാവരുടെ ബന്ധുജനങ്ങളെ എല്ലാരെയും ചെന്ന് കണ്ട് ഗാന്ധാരി കരയുന്നു, വിലപിക്കുകയാണ്. അതായത് ആ ഒരു കാഴ്ച നമുക്ക് അത്രയ്ക്ക് കരുണരസം നിറഞ്ഞ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരിക്കൽ കൂടെ പറയാം, ഈ കൃതികൾ കരുണരസം അതിഗംഭീരമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതായത് ഗാന്ധാരിയുടെ ആരുടെയും കഠിനമായ ഹൃദയത്തെ നമുക്ക് അലിയിച്ചു കളയുന്ന തരത്തിലുള്ള കരുണരസം അതിഗംഭീരമായിട്ട് ഈ കഥകളിൽ കാണാം. അപ്പോൾ നമുക്ക് കുരുക്ഷേത്ര യുദ്ധം, അതാണ് നമ്മുടെ പാഠഭാഗം, അല്ലെ? കുരുക്ഷേത്ര യുദ്ധത്തില് നഷ്ടപ്പെട്ട് കിടക്കുന്ന സഹോദരന്മാരെയും മക്കളെയും എല്ലാം കണ്ടുകൊണ്ട് ഗാന്ധാരി വിലപിക്കുന്നതാണ് കഥാതന്തു. ആദ്യമായിട്ട് നമുക്കറിയാം ഗാന്ധാരി. നിങ്ങൾക്ക് എല്ലാവർക്കും കഥയൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഗാന്ധാരി എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ കൗരവരുടെ മാതാവാണ് ഗാന്ധാരി, അല്ലെ? അപ്പോ കൗരവരുടെയും പാണ്ഡവരുടെയും ആ ഒരു യുദ്ധം, അതായത് അവരുടെ എന്താണ് ആ ഒരു രാജപദവി അല്ലെങ്കിൽ രാജ്യഭരണം കിട്ടാൻ വേണ്ടിയിട്ട് നടന്ന ഒരു യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം. അതായത് കൗരവരും പാണ്ഡവരും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാണ്ഡവരെ തോൽപ്പിക്കാൻ വേണ്ടി അതിബുദ്ധിമാനായ ശകുനി എന്ത് ചെയ്യുന്നു? ഇടയ്ക്ക് നിന്ന് കളിക്കുകയും ആ ചൂതുകളിയിൽ കള്ളക്കളി ചതിയിലൂടെ ആരെ തോൽപ്പിക്കുകയും ചെയ്യുന്നു?
പാണ്ഡവരെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. അതുമൂലം അവർക്ക് എന്താണ്, രാജ്യഭരണം നഷ്ടപ്പെടുകയും അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരികയും ചെയ്യുന്നു. തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരെന്താണ്, രാജ്യഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം നടത്തുന്നു. യുദ്ധത്തിൽ വിജയിച്ച ആളായിരിക്കും അടുത്ത രാജ്യഭരണം. അങ്ങനെ നടക്കുന്ന യുദ്ധം, അതായത് ഒരു ചതിയിൽ നിന്ന് ഉണ്ടായ ആ ഒരു യുദ്ധമാണ് എന്തോന്നു, കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത്. അത് മുഖേന പാണ്ഡവരും കൗരവരും തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്, യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തില് ഗാന്ധാരി ആ കുരുക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു യുദ്ധഭൂമിയിൽ വരികയും അവിടെ കാണുന്ന കാഴ്ചകൾ നമുക്ക് വിവരിക്കുകയും ചെയ്യുന്നതാണ് പാഠഭാഗം. ആദ്യമായിട്ട് ഗാന്ധാരി വരുമ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ മരിച്ചു കിടക്കുന്ന ഓരോരുത്തരെയായിട്ട് ആര് കാണുകയാണ്, ഗാന്ധാരി കാണുകയാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അതിലെന്താണ് ഗാന്ധാരി കാണുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് അർജുനൻ എയ്ത അമ്പുകൊണ്ട് ഭഗദത്തൻ എന്ന് പറയുന്ന രാജാവ്, വില്ലാളി വീരനായ അർജുനൻ അറിയാലോ എല്ലാവർക്കും, അർജുനന്റെ അമ്പേറ്റ് കിടക്കുന്ന ഭഗദത്തൻ എന്ന് പറയുന്ന രാജാവ് മരിച്ചു കിടക്കുന്ന, അതായത് ചോരയിൽ പുരണ്ട് തന്റെ കരിവീരനൊപ്പം മരിച്ചു കിടക്കുന്ന ആ രാജാവിനെ കാണുമ്പോഴത്തേക്ക് ആദ്യമേ എന്താണ്, ഗാന്ധാരി വിലപിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം കണ്ടുകൊണ്ട് ഗാന്ധാരി അടുത്ത് നടക്കുന്നു. വിശിഷ്ടമായ മരതക കല്ലിന് തുല്യം മനോഹരിതായ മംഗള സ്വരൂപനും കുമാരനുമായ അഭിമന്യു തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു കിടക്കുന്നു. ആരാണ് അഭിമന്യു? അതാണ് എന്താണ് പറയുന്നത്, വിശിഷ്ടമായ മരതക കല്ലിന് തുല്യമായ, അത്രയ്ക്കും വിശിഷ്ടമായ ഒരു നല്ല മഹാനായ ഒരു രാജാവ് ആരാണ്, അഭിമന്യു. അഭിമന്യു എന്ന് പറയുമ്പോൾ സുഭദ്രയുടെയും, അതായത് ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയുടെയും ശ്രീകൃഷ്ണന്റെ കൂട്ടുകാരനായ അർജുനന്റെയും മകനാണ് ആര്, അഭിമന്യു. അഭിമന്യുവും അവിടെ തന്നെ എന്താണ്, മരതക കല്ലിന് സാമ്യമായ ആ മകൻ, അതായത് ആ മംഗള സ്വരൂപനായ കുമാരൻ അഭിമന്യുവും അവിടെ മരിച്ചു കിടക്കുന്നു. ഇത് കൺകെ എന്താണ്, ഗാന്ധാരിക്ക് ഹൃദയഭേദകമായ ഒരു വേദനയാണ് ഉണ്ടാകുന്നത്. കാരണം ആ സമയത്താണ് ഗാന്ധാരി കേൾക്കുന്നത് ശ്രീകൃഷ്ണന് നേരെ മർമ്മഭേദകമായ രീതിയിൽ ശ്രീകൃഷ്ണനോട് കരഞ്ഞ് ദേഷ്യപ്പെട്ട് എന്താണ് വിലപിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടിട്ടും കൃഷ്ണ നിന്റെ കണ്ണ് തുറക്കുന്നില്ലേ, ഈ ഒരു കുമാരനെ നീ ഈ വിധം ചെയ്യാൻ നിന്നല്ലോ, നിനക്കറിയാവുന്നതല്ലേ എന്നുവെച്ചാൽ ഒരു ഭഗവാന് തുല്യമാണ് കൃഷ്ണൻ. അപ്പോൾ ഇത് തടയാനുള്ള കരുത്തും നിനക്കുണ്ടായിരുന്നല്ലോ, എങ്കിലും നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? നിന്റെ സഹോദരന്റെ പുത്രനും സഹോദരീ പുത്രനും മരിച്ചു കിടക്കുന്നത് നീ കാണുന്നില്ലേ? കല്ലുകൊണ്ടാണോ നിന്റെ ഈ മനസ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന രീതിയിലും ആര് സംസാരിക്കുന്നുണ്ട്, ആര് വിലപിക്കുന്നുണ്ട്? ഗാന്ധാരി ആദ്യമേ വിലപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിനക്കല്ലേലും കൊല്ലിക്കയല്ലോ രസം എന്നുകൂടെ ആര് പറയുന്നുണ്ട്, ഗാന്ധാരി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് രസകരമായിട്ടുള്ള രീതിയിലാണ് നീ ഇവിടെ കൊലപാതകം, അതായത് കൊല്ലാൻ കൂട്ടുനിന്നത്, അതായത് സ്വന്തം സഹോദരി പുത്രനെ കൊല്ലാൻ കൂടെ നീ നോക്കുന്നല്ലോ, നിനക്ക് അത്രയ്ക്ക് കൊല്ലിക്കയാണോ നിന്റെ രസം എന്നുകൂടെ കൊടുക്കും. അതിനൊരു പ്രത്യേകതയുണ്ട്. പണ്ട് സുഭദ്ര ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആരാണ്, നമ്മുടെ ശ്രീകൃഷ്ണൻ എന്താണ് പത്മവ്യൂഹം ഭേദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം കൃഷ്ണന് മുമ്പേ അറിയാവുന്നു ഈ ഒരു കുരുക്ഷേത്ര യുദ്ധം, ആ പത്മവ്യൂഹം കടക്കാൻ ശ്രമിക്കുന്ന രേഖ അറിഞ്ഞ അഭിമന്യുവിന് എന്താണ്, മരണം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, ഒരു ജീവിക്കുമ്പോൾ മരണം അനിവാര്യമാണ്. അതുകൊണ്ടായിരിക്കാം കൃഷ്ണൻ അന്ന് എന്താണ് പകുതി വഴിയിൽ ആ ഒരു കാര്യം നിർത്തിവെച്ചത്. അപ്പോൾ അതിന് മുന്നേ കണ്ടിട്ടാണോ നീ ഇതിങ്ങനെ ചെയ്തത് എന്നും കൂടെ ആര് പറയുന്നുണ്ട്, ഗാന്ധാരി പറയുന്നുണ്ട്. അവിടെ അഭിമന്യുവിന്റെ മരണം എങ്ങനെയാണ് ഗാന്ധാരി പറയുന്നത്, മരതക കല്ലിന് തുല്യം മനോഹരിതയുള്ള മംഗള സ്വരൂപനായ കുമാരനാണ് എന്നാണ് അഭിമന്യുവിനെ പറഞ്ഞത്. അതായത് സുഭദ്രയുടെയും അർജുനന്റെയും പുത്രൻ. ഇത് കണ്ട് വിലപിച്ചുകൊണ്ട് ആദ്യമായിട്ട് നടക്കുമ്പോൾ പിന്നെ അടുത്തത് മനോഹരിയായ ആ ഒരു സുഭദ്ര, അതായത് കൃഷ്ണന്റെ സഹോദരി സുഭദ്ര ആ മരിച്ചു കിടക്കുന്ന മകന്റെ അവിടെ വീണ് കിടന്ന് കരയുകയും വിലപിക്കുകയും മണ്ണിൽ വീണുരുളുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് ദയനീയമായ ഒരു അവസ്ഥയാണ് കിട്ടുന്നത്. അതുപോലും കണ്ടിട്ട് നിനക്ക് മനസ്സ് അലിവില്ലേ കൃഷ്ണ എന്നാണ് ആര് ചോദിച്ചാദ്യം വിലപിക്കുന്നത്, ഗാന്ധാരി വിലപിക്കുന്നത്. അതിനുശേഷം ഗാന്ധാരി കുറച്ചുകൂടെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക്, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വേറൊരു നമ്മുടെ ഭീമൻ അറിയാമല്ലോ എല്ലാവർക്കും, ഭീമന്റെ മകനായ ഘടോത്കചനും
നീലമല പോലെ എന്ന് വെച്ചാൽ ആ ഒരു ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ല. എന്ന് വെച്ചാൽ അതിഗംഭീരമായ ശരീര ഉടലുള്ള ഒരാളാണ് ആര്? ഭീമൻ. അദ്ദേഹത്തിന്റെ മകനും അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നീലമലയോട് സാമ്യമായിട്ട് ആരെ ചിത്രീകരിച്ചിരിക്കുകയാണ്? ഘടോത്കചനെ. നീലമലയ്ക്ക് സമീപമായ ഘടോത്കചനും ഇതാ അവിടെ മരിച്ചു കിടക്കുന്നു. അത്രയും കൂടെ ആയപ്പോഴത്തേക്ക് ആരാണ്? അതും ആരാണ്? കർണൻ പ്രയോഗിച്ച വില്ലുകൊണ്ട്, മനസ്സിലായല്ലോ. കർണൻ പ്രയോഗിച്ച വില്ലുകൊണ്ട് ഭീമന്റെ മകൻ ആര് മരിച്ചു കിടക്കുന്നു? അവിടെ ഘടോത്കചൻ മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ജയദ്രഥൻ, അതായത് ജയദ്രഥന്റെ ഉടൽ, അതായത് കൗരവ സഹോദരിയായ ഏറ്റവും കൗരവരുടെ 101ാമത്തെ സഹോദരി ആരാണ്? ദുശ്ശള അല്ലെ. ദുശ്ശളയുടെ ഭർത്താവായ ജയദ്രഥനും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ദുശ്ശള വന്നു കിടന്ന് കരയുന്ന ആ ഒരു ദയനീയ രംഗവും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത്രയിൽ ഏതൊക്കെ പഠിച്ചു? നമ്മൾ സുഭദ്രയും സുഭദ്ര വന്നു കിടന്ന് കരയുന്നത് പഠിച്ചു. പിന്നെ ഭീമന്റെ മകനായ ഘടോത്കചൻ നീലമല പോലെ കിടക്കുന്നത് കണ്ടു നമ്മൾ. എന്നിട്ട് ജയദ്രഥന്റെ ഭാര്യയും ദുശ്ശളയും അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ച് അവിടെ കിടന്ന് കരയുന്നത് ആ ഒരു ഭാഗവും സന്ദർശിച്ച ശേഷം അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ദ്രോണാചാര്യൻ. നമ്മുടെ ദ്രോണാചാര്യൻ പിന്നും ഗാന്ധാരി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ബാക്കി എല്ലാ ശരീരങ്ങളും കിടക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ദ്രോണൻ മരിച്ച ശരീരത്തെ പെട്ടെന്ന് നീ അവിടുന്ന് മാറ്റിയത്, അല്ലെങ്കിൽ മാറിയത്? അദ്ദേഹം ബ്രാഹ്മണനായത് കൊണ്ടാണോ? ക്ഷത്രിയനല്ല, ബ്രാഹ്മണനായത് കൊണ്ടാണോ ദ്രോണരെ ശവശരീരം അവിടെ ഇട്ടേക്കാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്ത് അദ്ദേഹത്തിനെ യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റിയത് അതുകൊണ്ടാണോ എന്ന് അവര് ചോദിക്കണം. അതായത് സംസ്കരിച്ചത് ദ്രോണാചാര്യർ ബ്രാഹ്മണ ആയത് കൊണ്ടാണോ ആ ഒരു യുദ്ധഭൂമിയിൽ നിന്ന് ശവശരീരം മാറ്റി സംസ്കരിച്ചത് എന്നും പറയുന്നുണ്ട്, ഗാന്ധാരി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നിനക്ക് എന്ത് ചെയ്യാനും, അതായത് എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരാളാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? അഹങ്കാരിയായ ദൃഷ്ടദ്യുമ്നനാണ്. എന്ത് ചെയ്യാനും മടിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ദൃഷ്ടദ്യുമ്നെ ആരായിരിക്കും? അദ്ദേഹമായിരിക്കും, ദൃഷ്ടദ്യുമ്നായിരിക്കും ആരെ കൊന്നത്? ദ്രോണാചാര്യരെ വധിച്ചിട്ടുണ്ടാവുക എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഗാന്ധാരി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു അമ്മയുടെ മനോവ്യത അടുത്ത് ഒക്കെയാണ് അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഗാന്ധാരി കാണുകയാണ് മകൻ ദുശാസനൻ അവിടെ വീണ് കിടക്കുന്നു. സ്വന്തം പുത്രനെ കാണുന്നു. അതായത് സ്വന്തം പുത്രനെ അവർക്ക് എന്താണ്, എല്ലാവർക്കും സ്വന്തം പുത്രന്മാരെന്ത് തന്നെയാണ്? നല്ല ശരീരകാന്തി ഉള്ളവരും സുന്ദരനുമാണല്ലേ. അതേപോലെ തന്നെ ഗാന്ധാരി പറയാണ്, എന്റെ മകൻ ദുശാസനം കിടക്കുന്നത് കാണുന്നില്ലേ? എങ്ങനെയാണ്? സ്വന്തം പുത്രൻ സുന്ദരനും പിന്നെ ശരീരകാന്തി ഉള്ളവനുമാണ്. മാധവ, നീ എന്തിനാണ് കൃഷ്ണ ഈ വണ്ണം ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ മനസ്സ് എരിയുകയാണ്. അവൻ എങ്ങനെയാണ് കിടക്കുന്നത്? ഭീമൻ ദുശാസനന്റെ മാറ് പിളർന്ന് ചോര കുടിച്ച്, അതായത് മാറ് പിളർക്കപ്പെട്ട രീതിയിലാണ് ആര് കിടക്കുന്നത്? ഗാന്ധാരിയുടെ സ്വന്തം മകനായ ദുശാസനൻ കിടക്കുന്നത്. ഈ സന്ദർഭം നമുക്ക് എന്തിനെ ഓർമ്മിപ്പിക്കുന്നു? പണ്ട് ഈ യുദ്ധത്തിന് മുമ്പ് നമുക്ക് പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പാഞ്ചാലിയുടെ വസ്ത്രം അന്ന് ഭീമൻ എന്ത് ചെയ്തു? ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇങ്ങനെ വസ്ത്രാക്ഷേപം ചെയ്ത ദുശാസനന്റെ ഒരു കാലത്ത് എന്ത് ചെയ്യും? ഞാൻ മാറ് പിളർന്ന് ചോര കുടിക്കുമെന്നൊരു പാഞ്ചാലിയുടെ കരച്ചിൽ കണ്ട് ഭീമൻ എന്ത് ചെയ്തു? ഒരു ശപഥം എടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഈ കുരുക്ഷേത്രത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഭീമൻ എന്ത് ചെയ്തു? ദുശാസനന്റെ മാറ് പിളർന്ന് ചോര കുടിച്ച്. അങ്ങനെ ദുശാസനൻ എന്ത് ചെയ്യുന്നു? മരിച്ചു കിടക്കുന്ന രീതിയാണ് പറയുന്നത്. അപ്പോ ആ കീറി പിളർന്നു കുടിച്ച മാറിടം എന്താണ്? വിണ്ട് കീറി കിടക്കുന്നു എന്നാണ് പറയുന്നത്. അത് ആ ഒരു വസ്ത്രാക്ഷേപത്തെ മുൻനിർത്തിയായിരിക്കാം ഭീമൻ ഇങ്ങനെ ചെയ്തു. അതും കൃഷ്ണ നീ കാണുന്നില്ലേ? ഈ ഒരു ദയനീയാവസ്ഥ നീ കാണുന്നില്ലേ എന്ന് വിലപിച്ചുകൊണ്ട് ഗാന്ധാരി എന്താണ്? അവിടെ കരയുകയാണ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് നോക്കുന്നത് കർണൻ. നിങ്ങൾക്കറിയാം, കർണൻ എന്ന് പറയുമ്പോൾ ഒരു പ്രധാന മഹാഭാരതം കിളിപ്പാട്ട് പ്രസ്ഥാനം, മഹാഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു കഥാതന്തുവാണ് ആര്? കർണൻ എന്ന് പറയുന്ന. യഥാർത്ഥത്തിൽ ആരുടെയാണ്? ദേവേന്ദ്രന്റെയും കുന്തിദേവിയുടെയും പുത്രനാണ് ആര്? കർണൻ. ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? കുന്തിദേവി കർണനെ ഉപേക്ഷിക്കും. അയാൾ എന്ത് ചെയ്യുന്നു? കർണാഭരണങ്ങളോട് കൂടിയാണ് ആര് ജനിക്കുന്നത്? കർണൻ. അതായത് കർണാഭരണങ്ങൾ ഉള്ളത് കൊണ്ട് കർണനെ ആർക്കും വധിക്കാൻ പറ്റില്ല.
ഓക്കെ. അപ്പോ അങ്ങനെ പോകുന്ന ആ കർണനെ എന്ത് ചെയ്യുന്നുണ്ട്, ശൂദ്ര മാതാവും പിതാവും ജനിച്ചോണ്ട് അങ്ങനെ അവര് ശൂദ്രരുടെ ഇടയിലാണ്, ക്ഷത്രിയനായിട്ടല്ല ആര് വളരുന്നത്, നമ്മുടെ കർണൻ വളരുന്നത്. അപ്പൊ അതുകൊണ്ട് കർണൻ എന്താണ്, അമ്പും വില്ല് പരീക്ഷിക്കുന്നിടത്ത് പോലും അഭ്യസിക്കാൻ ആർക്ക് പറ്റുന്നില്ല, ഈ താഴ്ന്ന ജാതിയിലുള്ള കർണൻ വരുന്നത്. പക്ഷെ സ്വന്തമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കർണൻ ഇതെല്ലാം പഠിച്ചെടുക്കുന്നത് അല്ലെ. അപ്പോ ആ കർണരാത്ത അംഗരാജ ഈ കുട്ടികൾക്ക്, അതായത് കൗരവർക്ക് വളരെയധികം പ്രിയപ്പെട്ടനായ കർണൻ മരിച്ചു കിടക്കുന്നത് നീ കാണുന്നില്ലേ. മുഖമൊക്കെ അതിഗംഭീരനും സുന്ദരനുമായ ആ കർണൻ ഇപ്പോഴും അവന്റെ കവിൾത്തടങ്ങൾ തിളങ്ങുന്നുണ്ട്. ഇത് വേറെ ഒരിടത്ത് ആ രാജാവ്, കർണാഭരണങ്ങൾ നഷ്ടപ്പെട്ട ആ ഒരു രാജാവ് കിടക്കുകയാണ്. എൻ്റെ ഉണ്ണികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അതായത് ഗാന്ധാരിയുടെ മക്കൾ, അതായത് കൗരവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ആര്, കർണൻ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കർണനും അവിടെ മരിച്ചു കിടക്കുന്നത് നീ കാണുന്നില്ലേ. അവന്റെ ശരീരം എന്താണ്, കണ്ട നായ്ക്കളും പിന്നെ കുറുക്കന്മാരും വളരെയധികം താല്പര്യത്തോട് വലിച്ചു കീറി കഴിക്കുന്ന ആ ഒരു ദയനീയ അവസ്ഥയും ഇതിൽ ആര് കാണുന്നുണ്ട്, നമ്മുടെ ആര് കാണുന്നുണ്ട്, ഗാന്ധാരി കണ്ട് വിലപിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ ഉണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ കർണന്റെ അച്ഛൻ സൂര്യഭഗവാനാണ്. ഞാൻ ദേവേന്ദ്രൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർണന്റെ അച്ഛൻ സൂര്യഭഗവാനും കുന്തിയിലുണ്ടായ മകനാണ് കർണൻ. അപ്പോൾ ഇതിലെ നമ്മുടെ അർജുനന്റെ അച്ഛനാണ് ആര്, ദേവേന്ദ്രൻ. അപ്പോഴും ഈ ഒരു യുദ്ധത്തിന് മുന്നോടിയായിട്ട് കർണന്റെ കവച കുണ്ടലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ദേവേന്ദ്രൻ മാറ്റുന്നുണ്ട്. കാരണം എന്നാൽ മാത്രമേ കർണന് ഒരു മരണമുള്ളൂ, അല്ലെങ്കിൽ എന്താണ്, കർണൻ ഒരിക്കലും മരണമില്ല. അപ്പോൾ എന്താണ്, പ്ലാനിങ്ങോടുകൂടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് മുൻനിർത്തി കണ്ടിട്ടായിരിക്കാം അർജുനന്റെ അച്ഛനായ ദേവേന്ദ്രൻ ഇദ്ദേഹത്തിന്റെ, കർണൻ എന്ന് വെച്ചാൽ എല്ലാ ദാനധർമ്മങ്ങൾ ചെയ്യണം, ആരെന്ത് ചോദിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, കർണൻ കൊടുക്കുന്നുണ്ട്. അപ്പോഴെന്താണ്, കർണനോട് ദാനമായിട്ട് കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ കവച കുണ്ടലങ്ങളാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഉരുകി കൊടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ശക്തി പകുതിയും പോകുന്നു. ആ സന്ദർഭത്തിൽ അത് കഴിഞ്ഞിട്ടാണ് ഈ യുദ്ധം വരുന്നതും. യുദ്ധ സമയത്ത് കർണൻ എന്ത് ചെയ്യുന്നുണ്ട്, കർണൻ സഞ്ചരിച്ചു കൊണ്ട് ആ ഒരു രഥത്തിനെ പൊക്കുന്ന തരത്തിൽ, അതായത് യുദ്ധം ഇപ്പോ നമ്മുടെ യുദ്ധനീതി എന്നനുസരിച്ച്, നമ്മുടെ യുദ്ധത്തിന്റെ നീതി എന്ന് വെച്ചാൽ അമ്പ് ഉള്ളവൻ അല്ലെങ്കിൽ ഒരു ആയുധമുള്ളവൻ മാത്രമേ ആയുധം ഉള്ളവരാരോട് യുദ്ധം ചെയ്യാവൂ. ആയുധം ഇല്ലാത്തവൻ എന്ത് ചെയ്യാൻ പാടില്ല, ആ യുദ്ധം ചെയ്യാൻ പാടില്ല. അത് യുദ്ധവിരുദ്ധമാണ്, നീതിക്ക് വിരുദ്ധമാണ്. പക്ഷെ എന്ത് ചെയ്തു, കർണൻ ആ ഒരു രഥം ഇങ്ങനെ പൊക്കുന്ന അവസരത്തിൽ എന്താണ് ചെയ്യുന്നത്, യുദ്ധത്തിന് എതിരായിട്ട്, അതായത് ആ ഒരു ചതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ശ്രീകൃഷ്ണൻ എന്ത് പറയുന്നു, അർജുനനോട് പറയുകയും അർജുനൻ എന്ത് ചെയ്ത് വില്ല് കുലച്ച് കർണനെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ അത് അവിടെ എന്താണ്, നമുക്കൊരു നീതിക്ക് നിരക്കാത്ത ഒരു സംഭവമാണ് ചെയ്യുന്നത് കൃഷ്ണൻ അല്ലെ. അപ്പോൾ അതും പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗാന്ധാരി, അതായത് യുദ്ധനീതിക്ക് നിരക്കാതെ നമ്മുടെ കർണൻ എന്ത് ചെയ്യുന്നുണ്ട്, അർജുനൻ ഇത് അമ്പേറ്റ് കർണൻ മരിച്ചു കിടക്കുകയും അദ്ദേഹത്തിന്റെ കവിൾത്തടങ്ങൾ അതിമനോഹരമായി തിളങ്ങുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ശരീരം എന്താണ്, നായ്ക്കളും എല്ലാം പച്ചയോടെ നല്ല സുഭിക്ഷമായി ഭക്ഷിക്കുന്നത് നീ കാണുന്നില്ലേ കൃഷ്ണ. ഇതൊന്നും കണ്ടിട്ട് നിനക്കൊരു മനസ്സ് അലിവ് ഇല്ലേ എന്നാണ് ആര് കേൾക്കുന്നത്, ആര് പറയുന്നത്, ഗാന്ധാരി വിലപിക്കുന്നത്. ആ ഒരു യുദ്ധഭൂമി നിന്നുകൊണ്ട് ഗാന്ധാരി വിലപിക്കുകയാണ്. അതിനുശേഷം നോക്കുന്നത്, ഇതിനെല്ലാം സമ്പൂർണ്ണ നാശം, അതായത് ഈ ഒരു യുദ്ധം ഉണ്ടാവാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ, കൗരവ പാണ്ഡവര് ചൂതുകളിയിൽ തെറ്റായിട്ട് ചതിയിൽ കൂടെ തോൽപ്പിക്കാൻ മുന്നോട്ട് നിന്നത് ആരാണ്, നമ്മുടെ ശകുനി. എല്ലാവർക്കും അറിയാമല്ലോ ശകുനിയുടെ റോൾ അതിലെന്താണ്. അപ്പോൾ ആ ശകുനിയും ഇവിടെ എന്താണ്, മരിച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണം ശ്രീകൃഷ്ണന് സന്തോഷമായിരിക്കും എന്നാണ് ആര് പറയുന്നത്, അവിടെയും ആര് പറയുന്നത്, ശരീരം പക്ഷികൾ ആഹാരമാക്കുകയാണ്. ആരുടെ, ശകുനിയുടെ ശരീരം പക്ഷികൾ ആഹാരമാക്കി കൊത്തിക്കീറി കഴിക്കുന്നത് കാണുമ്പോൾ നിനക്ക് സന്തോഷമാകുന്നില്ല. ഇതിനെല്ലാം കാരണക്കാരനായ ശകുനി മരിച്ചു കിടക്കുന്നത് നീ കാണുന്നു. അപ്പൊ നിനക്ക് ഇതെല്ലാം കണ്ടും സന്തോഷമായല്ലോ. ദുര്യോധനന്റെ അമ്മാവനാണ്, അതായത് കൗരവരുടെ പുത്രന്റെ മൂത്ത ആളാണ് ആര്, ദുര്യോധനൻ എന്ന് പറയുന്ന രാജാവ്. കൗരവരുടെ അമ്മാവനാണ് ആര്, നമ്മുടെ ശകുനി. അപ്പോൾ അദ്ദേഹമാണ് ഈ യുദ്ധത്തിനെല്ലാം കാരണം. ഈ എല്ലാം ചതിയിലൂടെയും കള്ളത്തരത്തിലൂടെ എല്ലാം ചെയ്തത് ആരാണ്, ഈ ഒരു യുദ്ധം ഉണ്ടാവാനേ മെയിൻ ആയിട്ടുള്ള കാരണം ആരാണ്, ശകുനിയുടെ ആ ഒരു ദുഷ്ടപ്രവൃത്തിയാണ്. അപ്പോൾ എന്താണ്, അയാൾ എന്ത് ചെയ്യുന്നു, ശകുനിയും ഇതേപോലെ മരിച്ച നിലയിൽ കിടക്കുന്നു. പക്ഷികൾ എന്താണ് അദ്ദേഹത്തിന്റെ ശരീരത്തെ കൊത്തി പറക്കുന്ന രീതി നീ കാണുന്നില്ലേ.
അടുത്ത് പിന്നെ പറയുന്നത് ദുര്യോധനായ ആണ് പറയുന്നത്. അതായത് കൗരവരുടെ ഇവരുടെ മൂത്ത പുത്രൻ ദുര്യോധനാണ് അവിടുത്തെ രാജാവ്. അപ്പൊ രാജാവിന് എപ്പോഴും കിരീടവും എല്ലാം ചെങ്കോലം. അപ്പൊ ഇപ്പം കേൾക്കുകയാണ്, ഇപ്പം ഗാന്ധാരി പറയുന്നത്, നിന്റെ ചെങ്കോലവും കിരീടവും ഒക്കെ ഇല്ലാതെ നീ ഇവിടെ യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുകയല്ലേ, അല്ലെ? പട്ടുമെത്തയിൽ കിടക്കുന്ന നീ പട്ടു കിടക്കുകയാണോ എന്ന പ്രയോഗം ഇവിടെ ഉണ്ട്. അതൊരു ക്വസ്റ്റ്യന്റെ ആണ്. അതായത് പട്ടുകിടക്കയിൽ കിടന്ന് ഉറങ്ങി ശീലിച്ച നീ ഇപ്പൊ പട്ടു കിടക്കുക എന്ന് വെച്ചാൽ എന്താണ്? മരിച്ചു കിടക്കുക, അല്ലെ? പട്ടുമെത്തയിൽ കിടന്ന നീ ഇപ്പോൾ പട്ടുകിടക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് രാജാവ് പട്ടുകിടകയിൽ കിടന്ന് ശീലിച്ച രാജാവ് ഇപ്പൊ എന്താണ്? മരിച്ച് ചെങ്കോലും കിരീടവും നഷ്ടപ്പെട്ട് രാജപ്രൗഢിയൊന്നും ഇല്ലാതെ എന്താണ് യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന ആ ഒരു കാഴ്ച ഏതൊരു മാതാവിനെയും അല്ലെങ്കിൽ പിതാവിനെയും സങ്കടപ്പെടുന്ന, എന്നെയും എൻ്റെ പിതാവിനെയും നിന്റെ പിതാവിനെയും വിട്ടകന്ന് പോയല്ലോ, നീ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ കരുതിയില്ല എന്ന് പറഞ്ഞ് ഗാന്ധാരി എന്താണ്? അവിടെ കിടന്ന് വിലപിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ തന്നെ ഇത്ര സംഭവങ്ങളാണ് നമുക്ക് മനസ്സിന് അതായത് ഓരോരുത്തരെ ആൾക്കാരുടെ എന്താണ് ശരീരങ്ങൾ വേറെ, അങ്ങനെ ആ യുദ്ധക്കെടുതിയിൽ പല രീതിയിൽ ആൾക്കാർ മരിച്ചു കിടക്കുന്ന ആ ഒരു സന്ദർഭത്തെ ഗാന്ധാരി വിലപിക്കുകയും ഗാന്ധാരി കൃഷ്ണനെ പലതരത്തിലുള്ള മർമ്മപ്രയോഗങ്ങൾ കൊണ്ട്, അതായത് ശാസിക്കുകയും ദേഷ്യപ്പെടുകയും വഴക്കു പറയുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു ഗാന്ധാരി വിലാപത്തിന്റെ കഥ. ഇതാണ് ഇതിന്റെ ഒരു ചെറിയ ആശയം വരുന്നത്. ഇതൊക്കെയാണ് ഇതിലുള്ളത്. അപ്പൊ നമുക്ക് ഇത്രയും കഥകൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളൊരു ഇപ്പൊ നിങ്ങൾക്ക് കുരുക്ഷേത്ര യുദ്ധം അതിനെ ബന്ധപ്പെടുത്തിയാണ് ഇത് കഥ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും അതിനെ ഒന്ന് ജസ്റ്റ് അറിയാന്നുള്ള കഥയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഹോസ്റ്റലിലോട്ട് വരിക. എന്ന് വെച്ചാൽ നീലമല പോലെ കിടക്കുന്നത് ആരെന്നറിയിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സന്ദർഭം വിശദീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യങ്ങളായിരിക്കും. ഈ വന്ന എക്സാമിനും 4-5 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുണ്ടായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് കറക്റ്റ് ആയിട്ട് കഥയൊന്ന് കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ കഥ കേട്ടതിന് ശേഷം നമുക്ക് അതിനെ പറ്റിയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു 5-6 ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 1 വേർഡാണ് ഞാൻ വായിക്കുന്നത് ഇതിലുള്ള. ഭഗദത്തൻ ധരണിയിൽ വീണു കിടക്കുന്നത് ആര് എയ്ത ശരം കൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ഭഗദത്തൻ ധരണിയിൽ, ആ ഭൂമിയിൽ യുദ്ധഭൂമിയിൽ വീണു കിടക്കുന്നത് ആര് എയ്ത അമ്പു കൊണ്ടാണ്? അർജുനൻ. ആരാണ്? അർജുനൻ എയ്ത അമ്പു കൊണ്ടാണ് ഭഗദത്തൻ ധരണിയിൽ വീണ് കിടക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ദീവരോക്ഷണൻ ആരാണ്? ഇന്ദീവരോക്ഷണൻ ആരാണ്? ഇന്ദീവരേക്ഷണൻ ആരാണ്? നമ്മുടെ ശ്രീകൃഷ്ണനെയാണ്. ആര് പറയണം? ഗാന്ധാരി. പല പല പ്രയോഗങ്ങൾ കൊണ്ട് ഗാന്ധാരി പറയുന്നതാണ്. നമ്മുടെ ശ്രീകൃഷ്ണനെയാണ് ആ പദപ്രയോഗം അർത്ഥമാക്കുന്നത്. കല്ലുകൊണ്ടോ മനോൻ താവകം, ആരുടെ മനസ്സാണ് കല്ലുകൊണ്ട്? അതും ആരെയാണ് പറയുന്നത്? ശ്രീകൃഷ്ണനെ പറയുന്നതാണ്, അല്ലെ? നിന്റെ മനസ്സ് കല്ലുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ദീവരേഷണൻ എന്നും കല്ലുകൊണ്ടാണോ മനം താവകം എന്നെല്ലാം പറയുന്നത് ആരെയാണ്? ശ്രീകൃഷ്ണനെയാണ്. ഭീമാത്മജൻ ആരാണ്? ഭീമാത്മജൻ, ഭീമന്റെ മകൻ ആരാണ്? ഘടോൽക്കജൻ. ഭീമാത്മജൻ ആരാണ്? ഘടോൽക്കജൻ. അടുത്ത്, ഭൂരിശ്രാവാവിന്റെ പത്നി കരയുന്നത് എങ്ങനെ? അപ്പോൾ അതിൽ വർദ്ധിച്ച ദുഃഖത്തോടെ കൈ മടിയിൽ, അതായത് ഓരോരുത്തരുടെ അവസ്ഥയാണ്. അപ്പോൾ കരം മടിയിൽ പിടിച്ചുകൊണ്ടാണ് ആര് കരയുന്നത്? ഭൂരിശ്രാവാവിന്റെ പത്നി കരയുന്നത്. അടുത്ത്, ഉണ്ണികൾക്ക് ഏറ്റവും പ്രധാനമായുള്ളവൻ ആരാണ്? ഞാൻ പറയാം, ഉണ്ണികൾക്ക് ഏറ്റവും, അതായത് ഗാന്ധാരി പറയണം, എന്റെ ഉണ്ണികൾക്ക്, എന്റെ കൗരവപുത്രന്മാർക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ആരാണ്? കർണൻ. കർണനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഘടോൽക്കജൻ എങ്ങനെയാണ് കിടക്കുന്നത്? നീലമല പോലെയാണ് ഘടോൽക്കജൻ കിടക്കുന്നത്. എങ്ങനെയാണ്? നീലമല പോലെയാണ് ഘടോൽക്കജൻ കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെറിയ 1 വേർഡ് ആയിട്ടാണ്. ഇതില് ആ അപഗ്രഥനം നമുക്ക് ഇതിൽ കുറച്ച് വലുതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാല്, കൊല്ലിക്ക എത്രേ നിനക്ക് രസമടോ? ഗാന്ധാരി ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറയുന്നതിന്റെ പൊരുൾ എന്താണ്? കൊല്ലിക്ക എത്രേ നിനക്ക് രസമടോ? കൊല്ലിക്കയാണ് നിനക്ക് രസം എന്ന് ഗാന്ധാരി ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? ഇതിന്റെ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നോക്കാം. ഗാന്ധാരി ശ്രീകൃഷ്ണനെ കൂരമ്പ് പോലുള്ള വാക്കുകളാൽ മുറിവേൽപ്പിക്കുകയാണ്. അഭിമന്യു സ്വന്തം സഹോദരിയായ സുഭദ്രയുടെയും ആത്മമിത്രമായ അർജുനന്റെയും പുത്രനാണ്. ശ്രീകൃഷ്ണന്റെ മരുമകനാണ്. എന്നിട്ടും അവനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. ശ്രീകൃഷ്ണൻ വിചാരിച്ചാൽ അഭിമന്യുവിനെ രക്ഷിക്കാമായിരുന്നു.
സുഭദ്ര അഭിമന്യുവിനെ ഗർഭം ധരിച്ച വേളയിൽ ശ്രീകൃഷ്ണൻ അർജുനന് പത്മവ്യൂഹം ഭേദിക്കാനുള്ള സൂത്രം ഉപദേശിച്ച് ഇടയ്ക്ക് നിർത്തിയ കഥ കൂടി ഇവിടെ ഓർക്കുമ്പോഴാണ് ഈ വാക്കുകൾ സ്മരിക്കുന്നത്. അതായത് കൊല്ലിക്കയല്ലോ നിനക്ക് രസമുണ്ട്. അന്ന് അത് പത്മവ്യൂഹം മറികടക്കേണ്ട അതുകൂടെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്താണ് അഭിമന്യു മരിക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭം കൂടെയാണ് അതിൽ ഗാന്ധാരി പറഞ്ഞ് വിലപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കല്ലിനു മാർദ്രതയുണ്ടെന്ന് കാണുമ്പോൾ ഗാന്ധാരി ശ്രീകൃഷ്ണനെ ഇപ്രകാരം അധിക്ഷേപിക്കുന്നത് എന്തുകൊണ്ട്? കല്ലിനു മാർദ്രതയുണ്ട് ഇത് കാണുമ്പോൾ, കല്ലിന് പോലും ഇതിനെക്കാട്ട് ആർദ്രതയുണ്ട് ഇത് കാണുമ്പോൾ, ഇങ്ങനെ ശ്രീകൃഷ്ണനെ പറയാൻ കാരണം എന്താണ്? പുത്രന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും മൃതശരീരം കണ്ട് ഗാന്ധാരി മറ്റു സ്ത്രീജനങ്ങളുടെ ദീനം വിലപിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിലാപങ്ങളും യുദ്ധഭൂമിയിലെ ഭീകര ദൃശ്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടും ശ്രീകൃഷ്ണൻ നിസ്സംഗതയോടെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഗാന്ധാരി അധിക്ഷേപം ചൊരിയുകയാണ്. ഞങ്ങൾ ഇങ്ങനെ വിലപിക്കുന്നത് കാണുമ്പോൾ നിനക്ക് ദുഃഖമില്ലല്ലോ, നിന്റെ മനസ്സ് കല്ലുകൊണ്ടാണോ നിർമ്മിച്ചത്? കല്ല് പോലും ഈ രംഗം കണ്ടാൽ അലിയും, അത്ര പോലും അലിവ് നിന്റെ ഹൃദയത്തിൽ കാണാനില്ല എന്നതാണ് ഗാന്ധാരി പറഞ്ഞ് വിലപിക്കുന്നത്. അതാണ് പറഞ്ഞത് എന്താണ്? കല്ലിനും ആർദ്രതയുണ്ട് ഇത് കാണുമ്പോൾ, കല്ലിന് പോലും ഇത് കാണുമ്പോൾ എന്താണ് ആർദ്രയുണ്ട്, പക്ഷെ നിനക്ക് അതിന്റെ ഒരു ലവലേശം പോലും എന്തില്ല, ആർദ്രത ഇല്ല, നീ നിസ്സംഗതയോടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ദ്രോണരെ സംസ്കരിച്ചൊരു നിലമിത കാണായാതല്ലയോ? ഈ വരികളിൽ ആരണതൻ എന്നുപയോഗിച്ചിരിക്കുന്നതിന്റെ സൂചന എന്താവാം? ദ്രോണരെ സംസ്കരിച്ചൊരു നിലമിത കാണായതാരണനായ തല്ലയോ എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. അതായത് നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ദ്രോണാചാര്യർ എന്താണ് ക്ഷത്രിയനല്ല, നമ്മുടെ ബ്രാഹ്മണനായത് കൊണ്ടാണോ അദ്ദേഹത്തിന്റെ മൃതദേഹം യുദ്ധഭൂമിയിൽ കിടത്താതെ കൊണ്ടുപോയി സംസ്കരിച്ചത്? ഇത് തന്നെയാണ് അതിന്റെ അർത്ഥം. ദ്രോണാചാര്യരെ സംസ്കരിച്ച ഇടം കണ്ട് ഗാന്ധാരി പറയുന്നതാണ്. അതായത് മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ അവിടെ കണ്ടു, എന്നാൽ ദ്രോണരുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം കാണാനുണ്ട്. അദ്ദേഹം ബ്രാഹ്മണൻ, ആരണൻ എന്ന് വെച്ചാൽ എന്താണ്, ബ്രാഹ്മണനായത് കൊണ്ടാണോ മൃതശരീരം ഇത്രയും വേഗം സംസ്കരിച്ചത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഗാന്ധാരി പറയുന്നത്. അടുത്ത്, കർണൻ മരിച്ചു കിടക്കുന്നത് കവി ചിത്രീകരിക്കുന്നത് എങ്ങനെ? കർണന്റെ കവചകുണ്ടലങ്ങൾ ശരീരത്തിൽ നിന്നും വേർപെട്ട് കിടക്കുകയാണ്. മരിച്ചിട്ടും കർണന്റെ കവിൾത്തടത്തിലെ തിളക്കത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. വില്ലാളി വീരനായ കർണന്റെ വില്ല് വേറെ ഒരിടത്ത് കിടക്കുകയാണ്. കാഴ്ചയിൽ മനോഹരമായിട്ടുള്ള അവന്റെ ശരീരം നായയും കുറുക്കരും കടിച്ചു വലിക്കുകയാണ്. ഇതാണ് കർണന്റെ അവസ്ഥ. അതായത് വില്ലാളി വീരനായ അർജുനന്റെ അമ്പേറ്റ് കർണൻ എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ മുഖം അങ്ങനെയാണ് കിടക്കുന്നത്, ആ കവിൾക്കിടത്തിന് മുമ്പത്തെ അതേപോലെ അതേ പ്രസന്നതയാണുള്ളത്. എന്നാലും മരിച്ചിട്ടും ഒരു ദുഃഖം ആറില്ല, കർണനില്ല. ഓക്കെ, അപ്പോൾ കർണൻ അത്രയ്ക്ക് മുഖമൊക്കെ നല്ല തിളക്കത്തോടെ കിടക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരം എന്താണ്, കുറുനരിയും നായയൊക്കെ കടിച്ചു കീറുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് കർണൻ മരിച്ചു കിടക്കുന്നത് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത്, ശകുനിയുടെ ശരീരം പക്ഷികൾക്ക് ഭക്ഷണമായിരിക്കുന്നത് ശ്രീകൃഷ്ണന് ഹിതമായിരിക്കുമെന്ന് ഗാന്ധാരി പറയുന്നത് എന്തുകൊണ്ട്? അത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാം. നമ്മുടെ ധർമ്മപുത്രരെ ചൂതുകളിയിൽ ചതിച്ചു തോൽപ്പിച്ചത് ശകുനിയാണ്. ശകുനിയുടെ ചതിപ്പണിയും ഏഷണികളുമാണ് കുരുക്ഷേത്രത്തിന് ഇന്ധനമായി തീർന്നത്. ഈ വിധത്തിൽ ദുർബുദ്ധിയും ചതിയനുമായ ശകുനിയുടെ ശരീരം പക്ഷികൾ ആഹാരമായി തീരുന്നത് കൃഷ്ണന് ഇഷ്ടകരമായ ഒരു കാഴ്ചയായിരിക്കുമെന്ന് ഗാന്ധാരി പറഞ്ഞ് വിലപിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കി, നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ ആൻസർ. നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തതാണ്, പല പല ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്, അത് നോക്കുക. പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായതോ ചോരയിൽ. പട്ടുകിടക്കുക ഇവ തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പട്ടുകിടക്ക എന്ന പട്ടുകൊണ്ട് നിർമ്മിച്ച കിടക്ക, അതിലാണ് എന്താണ് പട്ടുകിടക്കുക എന്ന് വെച്ചാൽ മരിച്ചു കിടക്കുക. അതായത് പട്ടുകിടക്കയിൽ മാത്രം കിടന്നു ശീലിച്ച ദുര്യോധനൻ നീ ഇപ്പൊ എന്താണ് പട്ടുകിടക്കയൊക്കെ വെടിഞ്ഞ് പട്ടുകിടക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണ്, മരിച്ച് തറയിൽ യുദ്ധഭൂമിയിൽ കിടക്കുകയാണ്. അത് തന്നെയാണ് അതിന്റെ പട്ടുകിടക്ക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് പട്ടുകിടക്ക എന്ന് വെച്ചാൽ പട്ടുകൊണ്ടുള്ള കിടക്കുന്ന ശയനം ചെയ്യുന്ന ആ കട്ടില നമുക്ക് ഉദ്ദേശിക്കാം. പിന്നെ പട്ടുകിടക്കുക എന്ന് വെച്ചാൽ മരിച്ചു കിടക്കുക. ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്.
നമ്മുടെ ഈ ഗാന്ധാരി വിലാപം, അതായത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ ഈ ഗാന്ധാരി വിലാപം, അതായത് നമ്മുടെ ശ്രീപർവ്വത്തിൽ നിന്ന്, മഹാഭാരതം കിളിപ്പാട്ടിലെ ശ്രീപർവ്വത്തിൽ നിന്നെടുത്തിട്ടുള്ള ഗാന്ധാരി വിലാപത്തിന്റെ ഒരു കഥയും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറും. ഇത് നമുക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായതില്, ഒരു യുദ്ധം വരുത്തി വെക്കുന്ന കെടുതികൾ അല്ലെ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു യുദ്ധം ഉണ്ടായ എന്തൊക്കെ സംഭവിക്കുന്നു ഇതിൽ പറഞ്ഞതും, യുദ്ധം ഒരു തിന്മയാണ്. അതെന്ത് ചെയ്യണം, നമ്മൾ ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല. യുദ്ധം എന്തൊക്കെ വരുത്തി വെക്കും, മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കും അല്ലേ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു യുദ്ധം വരുമ്പോൾ തൊഴിലില്ലായ്മ വരുന്നു, ഭക്ഷണത്തിൽ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, പിന്നെ എന്താണ് സമാധാനമില്ലായ്മ, ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ എന്തുണ്ട്, ഒരു യുദ്ധം വരുത്തി വെക്കുന്നുണ്ട്. നമ്മുടെ ഈ അടുത്തിടെ മുമ്പ് തന്നെ നടന്ന ഈ കുരുക്ഷേത്ര യുദ്ധം പോയിട്ട് നമുക്ക് മുമ്പ് നടന്നുണ്ട്, ഹിരോഷിമയിലും നാഗസാക്കിയിലും അന്ന് അണുബോംബ് വിക്ഷേപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മരണം സംഭവിച്ചത് പോയിട്ട് ഇപ്പോഴുണ്ടാകുന്ന കുട്ടികൾക്ക് വരെ അതിന്റെ എഫക്റ്റ് എന്താണ്, അംഗവൈകല്യം ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഒരിക്കലും യുദ്ധത്തെ എന്ത് ചെയ്യരുത്, പ്രോത്സാഹിപ്പിക്കരുത്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന എന്താണ്, നമ്മുടെ മനസ്സിൽ എന്താണ് സമാധാനം കണ്ടുവരിക, മറ്റുള്ളവരുടെ അടുത്ത് എന്ത് ചെയ്യുക, സമാധാനത്തോടു കൂടി പെരുമാറുക. ഇങ്ങനത്തെ ചിന്തകളായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഒരു യുദ്ധം വരുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മാത്രമല്ല, യുദ്ധം ചെയ്യാത്ത രാജ്യങ്ങളെ കൂടെ എന്ത് ചെയ്യുന്നു, ഇതിന് ബാധിക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പിഞ്ചു പൈതൽ മുതൽ വൃദ്ധർ വരെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കടന്നു വരുന്നുണ്ട്. നമ്മൾ ഇപ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം ഉണ്ടാകുന്നത് എങ്കിലും വേറൊരു രാജ്യത്തിന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് എന്താണ്, യുദ്ധക്കെടുതികൾ കൊണ്ട് പല മനുഷ്യരാശികൾക്കും വളരെ തരത്തിലുള്ള തിന്മ നിറഞ്ഞ ഒരു കാരണമാണ് യുദ്ധം വരുത്തിക്കുന്നത്. നമ്മ എന്തായിരിക്കുക, എല്ലാവരും സമാധാനത്തിന്റെ സന്ദേശം സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. അതാണ് മെയിനായിട്ട് എന്ത് ചെയ്യുക. കുരുക്ഷേത്ര യുദ്ധം നമ്മൾ അത്രയ്ക്ക് പൈശാചികമായ ഒരു ദൃശ്യമാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുപോലെ തന്നെയാണ് ഇതിനെയും വെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് യുദ്ധം കഴിഞ്ഞിട്ടും നമുക്ക് കൺമുമ്പിൽ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ യുദ്ധം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സമാധാനപരമായിട്ട് പെരുമാറുക, സന്തോഷത്തോടെ ജീവിക്കുക, എല്ലാവരുടെ മനസ്സിൽ എന്ത് ചെയ്യുക, നന്മ നിറയ്ക്കുക, ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ഇത്രയും പറഞ്ഞപ്പോൾ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, മുമ്പ് പ്രീവിയസ് നമുക്ക് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ എക്സാമിന് വരെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കഥയെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റിൽ എടുത്തു വെച്ച് ഒന്ന് ജസ്റ്റ് വായിക്കുക. ഇതൊരു കൃതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് നമുക്ക് നമ്മുടേതായ രീതിയിൽ കഥ എഴുതാം. ഇതാണ് ഇതിന്റെ കഥാതന്തു, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതുക. മനസ്സിലാവാത്തവർ ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ ചോദിക്കുക. നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും ഉടനെ തന്നെ കാണാം. താങ്ക് യു.